അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാമല്ലോ, ഒരുപാട് നാളായി പിശാച് നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. രാവിലെ നീച്ച ഉടനെ തുടങ്ങും, രാത്രി കിടന്നുറങ്ങുന്നത് വരെ. എന്നാൽ തൊയരുണ്ടോ? ഇല്ല. രാത്രിയിലും മറ്റു പല സ്വപ്നങ്ങളുമായി മോശമായ സ്വപ്നങ്ങൾ തന്നുകൊണ്ടും ഈ പിശാച് പല രൂപത്തിലും നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവന് കെട്ടിന്റെ പണി നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ എങ്ങനെ കൊടുക്കാനാ? നമുക്ക് ആളെ കണ്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന ധാരണ പലരുടെയും മനസ്സിലുണ്ടാകാം. എന്നാൽ നമുക്ക് എട്ടിന്റെ പണി കൊടുക്കാവുന്നതാണ്. അതിനുള്ള ഒരു വഴി പറഞ്ഞു തരാം. ഈ വഴി സ്വീകരിച്ചാൽ ആ പിശാചിന് നമ്മോട് നല്ല വെറുപ്പുണ്ടാവും. കാരണം അവനോട് നാം യുദ്ധം ചെയ്യുകയും അതിൽ നാം ജയിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവരും കേട്ടതാണ്. പക്ഷെ പലരും മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. ആദ്യം എന്താണ് പിശാച് എന്ന് മനസ്സിലാക്കണ്ടേ. നമ്മെ പൂർണ്ണമായും നരകത്തിന്റെ ആളാക്കി മാറ്റാനുള്ള എല്ലാ അടവുകളും പയറ്റുന്ന ഒരാളാണ് പിശാച്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഒരു പിശാച് ഓരോരുത്തരെയും പിഴപ്പിച്ച് അവസാനമായി അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കും. ആ ഒരു ലക്ഷ്യം ഏതാണെന്നറിയോ? അവന്റെ ലക്ഷ്യം എന്നുള്ളത് ദൈവ നിഷേധം എന്നുള്ളതാണ്. ഒന്നുകിൽ ദൈവനിഷേധം, അതല്ലെങ്കിൽ ദൈവത്തിന് പങ്കുകാരെ ചേർക്കൽ. ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ കാര്യത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞാൽ പിശാച് വിജയിച്ചു എന്നുള്ളതാണ്. എന്നാൽ കേട്ടോളൂ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ദിക്ർ, ഈ ദിക്ർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിന് എന്തൊന്നില്ലാത്ത പിരാന്തും പേടിയും അവൻക്ക് ബാധിക്കുന്നതാണ്. കാരണം ആ പിശാച് ഒരു മനുഷ്യനിൽ നിന്നും എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റായി അനുഭവപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും അനുഭവം ഉണ്ടാവുക? അതാണ് ആ പിശാചിന് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിപ്പിക്കലാണ് നമ്മുടെ കടമ. കാരണം ഇത്രയൊക്കെ നമ്മെ ദ്രോഹിക്കുമ്പോൾ പിശാചിന് നമുക്ക് പണി കൊടുക്കണമല്ലോ. അത് ഈ വഴി തന്നെയാണ്. എന്നാൽ ആ ദിക്ർ നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിങ്ങനെ ചൊല്ലുമ്പോൾ അവനിൽ നിന്നും പിശാച് വെറുപ്പോടുകൂടെ ഓടിപ്പോകുന്നതാണ്. അതിൻ്റെ അർത്ഥമൊന്ന് നോക്കൂ. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് പറയുന്നു. അവൻ ഏകനാണെന്നും അവനിക്ക് ഒരു പങ്കുകാരും ഇല്ല എന്നും വ്യക്തമാക്കുന്നു. എല്ലാ അധികാരവും അവനിക്കാണെന്ന് പറയുന്നു. എല്ലാ സ്തുതികളും അവനാണ് മരിപ്പിക്കുന്നവനും അവനാണ് ജീവിപ്പിക്കുന്നവനും എന്ന് വ്യക്തമാക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് ഈ ഒരു ദിക്റിലൂടെ വ്യക്തമാക്കുമ്പോൾ, ഇത് കേട്ട് നിൽക്കാൻ പിശാചിന് കഴിയാതെ വരുമ്പോൾ അവനതാ ഓടിക്കളയുന്നു. അങ്ങനെ ഈ ദിക്ർ ദായിമാക്കി കഴിഞ്ഞാൽ പിന്നെ അവനിലേക്ക് പിശാച് അടുക്കുക പോലും ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ശത്രുത ചെയ്യാനും ഈ ദിക്റിലൂടെ അവനുമായി പോരാടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.